അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാസികൾ അറിയാൻ എന്നുള്ള ക്യാപ്ഷനിൽ അബൂഹമ്മൂർ മേഖല ഇസ്ലാഹി സെന്റർ നടത്തുന്ന ഈ പരിപാടി ഇവിടെ എൻ്റെ മുന്നിലുള്ള എല്ലാ ആളുകളും വളരെ നല്ല ലീഡേഴ്സാണ്, സമൂഹവുമായി ഒരുപാട് ബന്ധമുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ, നമ്മുടെയൊക്കെ ദീനിയായ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാക്കി ഇതിനെ നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ പറയുന്നത്, നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്, നമ്മൾ ധാരാളം നമ്മുടെ സദക്കയും സക്കാത്തുകളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ആ സംഗതികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആത്മനിർവൃത്തിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സ്കീമുകളുടെ അറിവില്ലായ്മ, നേരത്തെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഫണ്ടുകൾ എല്ലാം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞാനിങ്ങനെ പറയുന്നത് പ്രവാസികളുടെ മാത്രം കാര്യമല്ല, അല്ലെങ്കിൽ പ്രവാസികൾക്കും വിനിയോഗിക്കാവുന്ന, പ്രവാസികളെ കുറിച്ച് അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന കാരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവെ നാട്ടിലൊരു ഫണ്ടിങ് ഏജൻസിയാണ്, ഒരു ഫണ്ടിങ് ഏജൻസി ആയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അവരെ സഹായിക്കണമെന്നുള്ള നമ്മളുടെ മൈൻഡ്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു സമാന്തര സാമൂഹ്യക്ഷേമ വകുപ്പായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഒരു രസികൻ പറഞ്ഞിട്ടുണ്ടിരിക്കുകയാണ്, ഒരാൾ തെങ്ങുമ്മൽ കയറുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞത്രേ ഒരു പ്രവാസി, ആ പഹയനൊന്ന് വീട് കിട്ടിയെങ്കിലല്ലേ അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഒരു അവസ്ഥ എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഒരുപാട് മേഖലകളിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പോസ്റ്റിൽ ബഹുമാനപ്പെട്ട നസീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരുപാട് പരിവേദനങ്ങൾ സർക്കാരിനോടും ഇവിടെ വരുന്നവരോടും ഒക്കെ നിരന്തരമായി പറയുകയും നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിലൊക്കെ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും ഉണ്ട് എന്നുള്ളത് നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. ആ പോസ്റ്റിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും എൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. നമുക്കുള്ള സംഭവങ്ങളെ നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ടോ? അത് വിനിയോഗിക്കുന്ന ഒരവസരം വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? എന്നാൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അടുത്ത കാലം വരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രവാസി സമൂഹത്തിൽ ഞാനൊരു 2.5 അല്ലെങ്കിൽ ഒരു 3 വർഷത്തോളമായിട്ടേ ഉള്ളൂ ഇത്തരമൊരു സംഗതിയിലേക്ക് വന്നിട്ട്. ഇത് നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ആ ഒരു അരക്ഷിതാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ആമുഖമായി പറയുകയാണ്. ഉദാഹരണത്തിന് സാന്ത്വന എന്നുള്ളൊരു സ്കീം നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നതാണ്. ആ ഒരു സ്കീമിന് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ 15 കോടി രൂപ മാറ്റിവെച്ചു. ഇതിൻ്റെ മുൻ വർഷങ്ങളിൽ ഒക്കെ തന്നെ പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വലിയ ഫണ്ടിൽ നിന്ന് നാളിതുവരെ അതിൻ്റെ 40% മേലെ ആളുകൾ വാങ്ങിയിട്ടില്ലായിരുന്നു, ആളുകളുടെ അറിവില്ലായ്മ കൊണ്ട്. പക്ഷേ നിരന്തരമായ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമുണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് 14.65 കോടി അതിൽ നിന്ന് വിനിയോഗിക്കപ്പെട്ടു.
അതായത് 97.67% അതിൻ്റെ കണക്ക്. അങ്ങനെ വിനിയോഗിക്കപ്പെട്ടപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നു. ഈ പ്രാവശ്യം അതിന് 10 കോടി കൂടെ അനുവദിച്ചു. അങ്ങനെ ഒരു 25 കോടി രൂപയിലേക്ക് ആ പദ്ധതി മാറ്റി. അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിലൊക്കെ ഭാഗവാക്കാക്കാൻ സാധിച്ചതിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി സഹകരണത്തോടു കൂടി എൻ്റെ അപ്രിസിയേഷനോട് കൂടി വന്നതിന് എല്ലാ സംഘടനകളോടും ഇസ്ലാഹ് സെൻ്റർ അടക്കമുള്ള എല്ലാ സംഘടനകളോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. നമുക്ക് ഒരുപാട് മേഖലകളുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ പറയുന്ന സ്കീമുകൾ നമ്മളെല്ലാവരും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മളെ തന്നെ, ഞാൻ അടക്കമുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇത്തരമൊരു സംഭവങ്ങൾ വന്നിരിക്കുമ്പോൾ ഒന്നുകിൽ ഒരു കടലാസും പെന്നെങ്കിലും എടുത്ത് ഇതൊന്ന് എഴുതി വെക്കാനുള്ള ഒരു ഇതിലേക്ക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇപ്പോഴും ഒരു പ്രഭാഷണം കേൾക്കുന്നത് പോലെ കേൾക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. എന്നിട്ട് പിന്നെ എന്തേ പറഞ്ഞു, റോബ് സാഹിബ് ഉഷാറായി, നന്നായിട്ട് പറഞ്ഞു, എന്തേ പറഞ്ഞ് എല്ലാം പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞ പോയിന്റുകളെ പറഞ്ഞ് ഇനിയൊന്നും പറയാൻ ബാക്കിയില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ മാറരുത് എന്നാണ് ആമുഖമായി പറയുന്നത്. നമ്മൾക്ക് സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള സ്കീം നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഒന്നാമതായിട്ട് നമ്മുടെ നോർക്ക ഐഡന്റിറ്റി കാർഡ് നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പൊക്കെ നോർക്ക ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് സംസാരിച്ച സമയത്ത്, റേഡിയോയിൽ ഒരു ഇത് നടത്തിയ സമയത്ത് ആദ്യം ഒരാൾ ചോദിച്ചത്, സത്യസന്ധമായിട്ട് ചോദിച്ചിട്ടുള്ളത്, നോർക്ക എന്ന് പറയുന്നത് എന്താണ് സർ? അത് കൂർക്ക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന. സത്യമായിട്ട് അയാൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്ന് ആ ഒരുപാട് മാറിയല്ലോ. ഈ നോർക്ക ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് ഇപ്പോൾ 315 രൂപയാണ്, ഇന്ത്യൻ രൂപ. ഞാൻ പറയുന്നതെല്ലാം ഇന്ത്യൻ രൂപയിലായിരിക്കും. ഏതെങ്കിലും ആണെങ്കിൽ ഖത്തർ റിയാൽ ഓട്ടോമാറ്റിക്കലായിട്ട് വരികയാണെങ്കിൽ അത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 315 രൂപ. എത്ര റിയാലാണ് നമുക്ക് വേണ്ടത്? 17-18 റിയാൽ അല്ലേ? 3 വർഷ കാലാവധിയുള്ള ആ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് നമ്മളെ ആദ്യമായി ഗവൺമെന്റിലെ റെക്കോർഡിക്കലായിട്ട് നമ്മൾ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഒരു പ്രവാസിയായിട്ട്. അതുകൊണ്ടാണ് മുമ്പ് നിയമസഭയിൽ ഒരു ചോദ്യം വന്നു, ഖത്തറിൽ എത്ര പ്രവാസികളുണ്ട് എന്ന്. അതിൻ്റെ ആൻസർ വന്നത് എത്രയെന്ന് ചോദിച്ചാൽ 5000 എന്നാണ്. കാരണം റെക്കോർഡിൽ അത്രയേ ഉള്ളൂ, ഗവൺമെന്റ് റെക്കോർഡിൽ അത്രയേ ഉള്ളൂ. നിയമസഭയിൽ ചോദ്യം വരുമ്പോൾ അതിൻ്റെ ഉത്തരം നൽകേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുള്ള കണക്കല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റൂ. 5000 എന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി വെക്കുന്നതോട് കൂടിയാണ് ഗവൺമെന്റ് റെക്കോർഡിൽ നമ്മൾ ആദ്യമായിട്ട് അത് വരുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവുന്നതോടുകൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് പുറമെ കേരളത്തിലെവിടെയും നമ്മളൊരു പ്രവാസിയാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു കാർഡ്, ഈ കാർഡ് മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മളൊരു ഫാമിലിയായിട്ട് ടൂറ് പോകുന്നൊരു സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡൊന്നും നമ്മളെ കയ്യിലെപ്പോഴും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല. നമ്മൾ ഈവൺ ഒരു റൂം എടുക്കാനോ ലോഡ്ജ് എടുക്കാനോ ഒക്കെ അത് ഉപയോഗിച്ചാൽ മതി എവിടെയാണെങ്കിലും. പിന്നെ അതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആൾറെഡി കേരള ഗവൺമെൻറ് ഒമാൻ എയർവേസുമായി ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കാർഡ് കയ്യിലുള്ള 315 രൂപയുടെ ഈ കാർഡ് കയ്യിലുള്ള ആളുകൾക്ക് അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അത് ഏത് സീസണാണെങ്കിലും അതിൻ്റെ ബേസിക് ഫെയറിൻ്റെയും അതുപോലെ തന്നെ ഫ്യൂവൽ ചാർജിൻ്റെയും 7% ഇപ്പോൾ ആൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട്. ഒരൊറ്റ പ്രാവശ്യം നമ്മളൊരു ടിക്കറ്റ് ആ വെക്കേഷൻ സമയത്തൊക്കെ എടുക്കണോ പറ്റുമെന്ന് ആലോചിച്ച് പോകുന്നു. ഇപ്പോൾ ഒരു മാസത്തിനകം ഖത്തർ എയർവേസ്, കുവൈത്ത് എയർവേസ്, എമിറേറ്റ്സ് ഈ 3 ഫ്ലൈറ്റ് കമ്പനികളുമായി ഇപ്പോൾ കരാറിൽ ഒപ്പിടേണ്ട അവസാന ഘട്ടത്തിലാണുള്ളത്. ഇനി അത് മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിക്കും. അതുകൊണ്ട് അതൊറ്റ ഒരു കാര്യം മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അങ്ങനെ ഈ കാർഡുമായി ലിങ്ക് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള, നമ്മളൊക്കെ അടങ്ങുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് ലഭ്യമാകുന്ന ഒരു ലോൺ സ്കീമുണ്ട്. കൃത്യമായി തിരിച്ചടക്കുകയാണെങ്കിൽ അതിൽ അവർക്ക് മുതൽ സംഖ്യ പോലും, പ്രിൻസിപ്പൾ ആയിട്ടുള്ള എമൗണ്ട് പോലും
തിരിച്ചടക്കാനുള്ളതായിട്ടില്ല ആവശ്യമില്ലാത്ത ഒരു ഫണ്ട് അതിന് വേണ്ടി. അതിലും ഒരു ഘടകമായി പറയുന്നത് ഈ ഒരു കാർഡാണ്. ഇതിപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ എല്ലാ സൗകര്യവും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആളുകളുടെ ഈവൻ നമ്മളെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈലിൽ അതിൽ പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യുക, അത്ര ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയം അതിൽ വേണ്ടത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഒരു 6 മാസം വാലിഡിറ്റി ഉള്ള നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ്, ഐഡൻറ്റിറ്റി കോപ്പി, പിന്നെ നമ്മുടെ ഫോട്ടോ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതോടുകൂടി ഇഷ്ടംപോലെ അപേക്ഷകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഡയറക്റ്റായിട്ടേ കൊടുക്കാൻ പാടുള്ളായിരുന്നുള്ളൂ. അതിൽ ഒരു വാർഡ് മെമ്പറെങ്കിലും ഒപ്പിടേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി. അതായത് നമ്മൾ ആവശ്യക്കാരായപ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസി ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും സ്ലാഷ് സെൻറ്ററിൽ പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള നമ്മുടെ കമ്പനികളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു കാർഡ് ഉണ്ടാക്കി വെക്കുക 3 വർഷത്തേക്ക്. മാത്രവുമല്ല ഇതിൻ്റെ ഒക്കെ പുറമെ, ഈ സൗകര്യങ്ങൾക്കൊക്കെ പുറമെ ഗവൺമെൻറ് അതിൽ ഫ്രീ ആയിട്ട് അപകട മരണത്തിന് വേണ്ടി 2 ലക്ഷം രൂപ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസും ഇതിനകത്ത് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ വാലിഡിറ്റിയിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ സഹോദരന്മാർ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ ഒരു അപകട മരണമോ സംഭവിച്ചാൽ സർക്കാരിൽ നിന്ന് ഇതിന് മാത്രം 2 ലക്ഷം രൂപ കിട്ടും. എന്തിനാണ് നമ്മളത് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉള്ളത്? അത്രയെങ്കിലും ആവുമല്ലോ ഒരു സംഗതി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ മിനിമം ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ എംബസിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു സ്ഥലം കയ്യേറി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലോ. ഇപ്പോൾ ഞാനടക്കം ഉള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ നമ്മളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അങ്ങനത്തെ ഒരു സംഭവം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എംബസിയിൽ അതിനെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എംബസി 2 ലെറ്ററുകളാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഒന്ന് ജില്ലാ കളക്ടർക്കും, ഒന്ന് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിനുമാണ്. അപ്പോൾ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ആ ആളെ പാസ്പോർട്ട് നമ്പറോ എന്തെങ്കിലും ഒന്നുള്ളൊന്ന് അടിച്ചു വയ്ക്കുക. നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്, നമ്മളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അവിടെ ഉണ്ട്. അവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെടാനും റിപ്പോർട്ട് ചെയ്യാനും ഇതിൽ ഇടപെടാനും ഏറ്റവും കൂടുതൽ സാധിക്കും. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 15-ാം തീയതി ഇവിടെ പിന്നെ നമുക്കൊക്കെ കംപ്ലൈൻറ്റുകൾ പറയാനായിട്ടുള്ള ഒരു ഹോട്ട്ലൈൻ സംവിധാനം വന്നു, ടോൾ ഫ്രീ സംവിധാനം വന്നു. അപ്പോൾ ഇതിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ ആ ഐഡൻറ്റിറ്റി കാർഡിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. വെറും 315 രൂപ 3 വർഷത്തേക്ക് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എത്ര ഇതിലുള്ള ഒരു സംഭവമാണ് അത്. ബേസിക്കായിട്ട് ഇതൊക്കെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ഒരു ഔദ്യോഗികമാകാൻ വേണ്ടി ശ്രമിക്കുക. അത് എവിടെയാണെങ്കിലും നമ്മളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻ നമ്മൾ ഇവിടെ പോലും സ്ലാഷ് സെൻറ്ററിനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ നമ്മളൊരു 80/20/80 എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുണ്ട്. നമ്മൾ 80% നമ്മളുടെ 80% സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളുടെ അധ്വാനമാണ്, അല്ലെങ്കിൽ സംഘടനകളുടെ അധ്വാനമാണ്. അതിൻ്റെ റിസൾട്ട് 20%. അതേസമയം 20% വർക്ക് ചെയ്തിട്ട് അതിൻ്റെ 80% റിസൾട്ട് എടുക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഇവിടെ പോലും ഇപ്പോൾ നമ്മളെ എത്ര ആളുകൾ ഇപ്പോൾ ഇവിടെയുള്ള എംബസി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, ഇവിടെ ICC ICPF പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. എന്താണ് നമുക്ക് അതിലുള്ള റോള്? അവരൊക്കെ നടത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊക്കെ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനാ ബേസിൽ എത്രയോ ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെയുള്ള ഹെൽപ്പുകൾ വാങ്ങാൻ, അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വാങ്ങാൻ, അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഒരു ഔദ്യോഗിക ബോഡികളുമായി യോജിച്ച് പോകാൻ നമുക്ക് എവിടെ തടസ്സമുള്ളത്? ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഏത് രാജ്യത്തായിക്കോട്ടെ, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചേ ഉള്ളൂ.
ഇപ്പോൾ ഞാൻ ബഹുമാന്യനായ സുലൈമാൻ മദനിയുമായി ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പലപ്പോഴും നസീർ സാഹിബൊക്കെ ആയിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ബോഡി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലീഡേഴ്സ് എന്നുള്ള നിലക്കാണ് ഞാനിത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നത്. എന്നതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് ലെവലിലുള്ള നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ, നമ്മളുടെ ഉയർന്ന ജനാധിപത്യ ബോധം കൊണ്ട് നമ്മൾ എന്തൊക്കെ സർക്കാരുകളെ കുറ്റം പറഞ്ഞാലും ഇറ്റ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട്. അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് എവിടെയായിരിക്കും? അവിടെ തന്നെ ആയിരിക്കും, ആ സംവിധാനത്തിലായിരിക്കും. നമുക്ക് വിമർശിക്കാം, പക്ഷെ നമ്മളുടെ വിമർശനങ്ങൾ അതിര് കടന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒന്നും നടക്കൂല, അതിനൊക്കെ എന്തെല്ലോ പ്രയാസങ്ങളുണ്ട് എന്ന് നമ്മളങ്ങോട്ട് തെറ്റിദ്ധരിക്കും. ഇനി ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള സാന്ത്വന എന്നുള്ള പദ്ധതിയാണ്. നമുക്കറിയാം, ഒരു പ്രവാസി ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം നാട്ടിലെത്തി. ഇവിടെ എത്ര വർഷം, ഇവിടെ മിനിമം 2 വർഷം നിന്ന് ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം ഇവിടെ എത്ര വർഷം നിന്നോ, അല്ലെങ്കിൽ പരമാവധി 10 വർഷത്തിനുള്ളിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 20 വർഷമായി ഇവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഒരു ഉദാഹരണം. ഈ കാലയളവിൽ അദ്ദേഹം മരണപ്പെടുകയും, 2 വർഷം നിന്ന ആളെ സംബന്ധിച്ചിടത്തോളം 2 വർഷം, അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം 1,00,000 രൂപയോ അതിൽ കുറവാണെങ്കിൽ, നാട്ടിലെ വരുമാനം കണക്കാക്കുന്നതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള കല്യാണം കഴിച്ചു പോയിട്ടുള്ള മക്കളൊക്കെ, കല്യാണം കഴിച്ച മക്കളൊന്നും വരുമാനം, ഇപ്പം അവരെ മക്കൾ ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവും. അവർ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ വരുമാനം ഒന്നും അതിന് ബാധകമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാറി. കല്യാണം കഴിക്കാത്ത മക്കളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ക്രൈറ്റീരിയയിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അങ്ങനെ ആർക്കും സംശയം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന 1,00,000 രൂപയോ അതിൽ കുറവോ വരുമാനമുള്ള ഒരാൾ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ സാന്ത്വന എന്നുള്ള പദ്ധതിയിൽ നിന്ന് 1,00,000 രൂപ കിട്ടും. ഈവൻ നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ് പോലും അദ്ദേഹത്തിന് വേണ്ട. നമ്മൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മുടെ ഏതെങ്കിലും ഒരാൾക്ക് അത് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതിന് വേണ്ടത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, പ്രവാസി ആയിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖ, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതാണ് കാര്യമായിട്ട് അതിന് വേണ്ടത്. അത് വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻക്വയറി ഉണ്ടാവും. ആ എൻക്വയറി കഴിഞ്ഞ് ഒരു 8 മാസത്തിൻ്റെ ഉള്ളിൽ, മിക്കവാറും ഒരു 6 മാസത്തിൻ്റെ 8 മാസത്തിൻ്റെ ഇടയിൽ ആ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയ എത്രയോ പ്രവാസികൾക്ക് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ പിരിവെടുത്തിട്ടില്ലേ? നമ്മൾ എടുക്കുന്ന പിരിവുകളും നമ്മൾ കൊടുക്കുന്ന സഹായങ്ങളും അതായിട്ട് തന്നെ തുടരട്ടെ. ഒപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചൂടെ? നമുക്കതിന് യാതൊരു പ്രയാസമില്ലല്ലോ. ഒരു റെക്കോർഡ് ശരിയാക്കാൻ നമുക്ക് എന്താ വേണ്ടത്? അവരെ സഹായിക്കാൻ എന്താ വേണ്ടത്? വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രയാസമില്ല. നേരത്തെ നസീർ സാഹിബ് സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാവർക്കും അറിയാം, സേവനാവകാശ നിയമങ്ങളുണ്ട്, വിവരാവകാശ നിയമങ്ങളുണ്ട്, എല്ലാം ഒരു ക്ലിക്കിൽ നമുക്ക് ലഭ്യമാണ്. എന്തൊക്കെ വേണ്ടത് എന്നുള്ള രേഖകളൊക്കെ നമുക്ക് ലഭ്യമാണല്ലോ. ഒരു വരുമാന സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് വല്ല പ്രയാസമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടാ വാങ്ങിക്കൊടുക്കാൻ? അതുപോലെ തന്നെ ഇതേ സ്കീമിൽ തന്നെ 50,000 രൂപ വരെ ഈ ഗണത്തിൽപ്പെട്ട, നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ മാരകമായ അസുഖങ്ങൾക്ക് അവരെ ചികിത്സയ്ക്ക് വേണ്ടി 50,000 രൂപ വരെ കിട്ടും. മാരകമല്ലാത്ത അസുഖങ്ങൾക്ക് പോലും ഒരു പ്രവാസിക്ക് 20,000 രൂപ അതിന് കിട്ടും. ഇതേ വിഭാഗത്തിൽ പെടുന്ന 2 ആളുകളുടെ 2 പെൺമക്കളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി 15,000 രൂപ കിട്ടും. എന്തിനധികം വീൽ ചെയർ, അതുപോലെ തന്നെ ഊന്നുവടി, ഇതിന് പോലും 10,000 രൂപ വരെ കിട്ടും. അത് ആ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ 25 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി ഇതേ കാര്യത്തിന് വേണ്ടി മറ്റൊരു ഫണ്ടുണ്ട്, ചെയർമാൻ ഫണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ളൊരു ഫണ്ട്. അതിൻ്റെ പണം കണ്ടെത്തുന്നത് നമ്മളുടെ അറ്റസ്റ്റേഷൻ സെന്റേഴ്സ് നിന്ന് കിട്ടുന്ന, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതിലെ 20% അതിലേക്ക് മാറ്റിവെക്കുകയാണ്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഈ ഫണ്ടിൽ നിന്ന് മരണാനന്തര സഹായവും
ചികിത്സക്കുള്ള സഹായവും അതിൽ നിന്ന് ലഭ്യമാണ്. ചികിത്സക്കുള്ള സഹായം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, നോർക്ക ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു അപേക്ഷ എന്തെങ്കിലും കാരണവശാൽ തള്ളിക്കളഞ്ഞാൽ പോലും ഈ സമിതിക്ക് അത് പരിഗണിക്കാം. എത്ര ഈ പറഞ്ഞ 25 കോടി എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഫണ്ട് അതിൽ കിടക്കുന്നുണ്ട്. 2010 ശേഷമാണ് അതിൽ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. അതായത് കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ഫണ്ട് ഗവൺമെന്റ് ബജറ്റിൽ വെച്ചതുപോലും തികഞ്ഞിട്ടില്ലെങ്കിലും കൂടി ഒരാൾക്കും കിട്ടാതെ പോകില്ല എന്നാണ് ഇതിനർത്ഥം. അത്രയും സുതാര്യമായിട്ടും സ്പീഡായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്കീമുകൾ നമ്മൾ ആരും വിനിയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത് വിനിയോഗപ്പെടുത്താനായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം അത് വാങ്ങി കൊടുക്കാം. ആളുകൾ സാധാരണ പറയാറുണ്ട് അതൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഈ കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാള് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് മനസ്സിലായില്ലേ. അത് പിന്നെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ നമ്മളെ വേറുള്ളവർക്കോ ഇത്രയും പേപ്പറുകളാണ്, ഇന്നീം കാര്യങ്ങളാണ് അല്ലെ. ഇതൊക്കെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ തന്നെ പോകേണ്ടതേ. ഇപ്പൊ നമ്മളുടെ അടുക്കളയിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട പേപ്പേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ സൈറ്റിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കല്ലേ. ഒരു പ്രാവശ്യം നമ്മളത് ചെയ്താൽ മതി. ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ 14.65 കോടി രൂപ ആളുകൾ വാങ്ങിയത് ഇങ്ങനെ തന്നെയാണ്. ഇനി ആർക്കും എന്ത് പറയാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര പ്രൊസീജിയറാണ്, അതൊന്നും കിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ പ്രൊസീജിയർ കാര്യമായിട്ട് വരാനുള്ള സംഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിൽ ഏത് കമ്മിറ്റി ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ലെറ്റർ ടു സീലും മതി. മുമ്പ് ആരെങ്കിലും കൊടുത്തേക്കേ അല്ലെങ്കിൽ തപ്പാൽ വഴി അയക്കേ വേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ അതൊരു ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി. പിന്നെ നമ്മളിങ്ങനെ കമ്മിറ്റികൾ കൂടുമ്പോൾ, മഹല്ല് കമ്മിറ്റികളൊക്കെ കൂടുമ്പോൾ അന്ന് വന്ന ആ കത്തിൽ നമ്മളൊന്നും ചെയ്തില്ലല്ലോ അല്ലേ. ഇതേ കത്തയക്കുന്ന ആളുകൾ ഈ പ്രൊസീജിയറൊന്നും ഈ പാവത്തിന് ചെയ്തു കൊടുത്താൽ അത് മാത്രം പോരെ, ബാക്കി ആ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് സഹായിച്ചൂടെ? നമുക്ക് എത്ര പേരെ അങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പോൾ ഈ സ്കീമുകളെ കുറിച്ചൊക്കെ നമ്മൾ അവബോധരായി, എപ്പോഴും നമ്മൾ ബോധവാന്മാരായിരിക്കണം. പിന്നെ നോർക്ക ഡിപ്പാർട്ട്മെന്റിൽ ഈ ഗൾഫിലേക്കൊക്കെ പോരാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് ലീവിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന സ്കിൽ അപ്ഗ്രഡേഷൻ കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫുള്ളി ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഒരുപാട് ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒക്കെ ആയിട്ടുള്ള, ഈവൻ നമ്മൾ ഇവിടെ ഒരു കഫ്റ്റീരിയയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു കാറ്ററിങ്ങിൻ്റെ കോഴ്സ് 3 മാസം 300 മണിക്കൂറാണ്. അതിൽ 200 മണിക്കൂറും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും 100 മണിക്കൂർ ഇംഗ്ലീഷ് പരിജ്ഞാനം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിയമങ്ങൾ, എമിഗ്രേഷൻ നിയമങ്ങൾ അടക്കമുള്ള നിയമങ്ങളെക്കുറിച്ചും. ഈ 300 മണിക്കൂറിലെ ഇതിനാകെ ഉള്ള കോഴ്സ് ഫീയുടെ 80% അവർക്ക് വഹിക്കും. പാർട്ടിസിപ്പന്റ് കൊടുക്കേണ്ടത് എത്ര? ഒരു 20%. ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ട് അറബിക്കിൽ വരെ അതിൽ കോഴ്സ് ഉണ്ട് എന്നുള്ള. അറബിക് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടു. ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്താണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ്, ഗൾഫ് അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് ഈ ആളുകളോട് ഇതേ 3 മാസത്തിന് ഒരു പക്ഷേ 50,000-60,000 റുപ്യ വാങ്ങണ്ടാവും. ഈവൻ ഡിഗ്രി കഴിഞ്ഞ ആളുകളെ പോലും അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇല്ലേ. പക്ഷേ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. ഈ സർട്ടിഫിക്കറ്റിന് ഇതിൽ വേറെ രസം എന്താണെന്നറിയാം, ഇതിൽ 20,000 രൂപ വരെ ചെലവ് വരുന്ന കോഴ്സുകളുണ്ട്. അതിൻ്റെ ഒക്കെ 20% കൊടുക്കേണ്ടുള്ളൂ, ബാക്കി 80%ഉം അതാണ്. പല മേഖലകളിലും ഇത്തരം കോഴ്സുകൾ സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ടെങ്കിലും പാർട്ടിസിപ്പൻസ് ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു ദുരിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഫണ്ട് അതിനൊക്കെ വേണ്ടി മാറ്റിവെക്കുന്നതെന്ന് അറിയാം. ഈ പ്രാവശ്യം 81 കോടി രൂപ പ്രവാസി ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഓരോ മേഖലകളിലും നമ്മളത് കണ്ടറിയുകയും നമ്മളത് കൊണ്ടുവരികയും വേണം. പിന്നെ തിരിച്ചുപോയ പ്രവാസികൾക്ക് ഉള്ള പദ്ധതിയാണ് പുനരധിവാസ പദ്ധതി.
അത് 3 രൂപത്തിൽ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 കാറ്റഗറിയിലായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്ന് നോർക്ക 20 ലക്ഷം രൂപ വരെയുള്ള ലോൺ സംവിധാനമാണ്. 20 ലക്ഷം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുണ്ടായിരിക്കണം, ഇതെല്ലാം വേണം. ബാങ്കുകളിലൂടെയാണ് കൊടുത്തിരുന്നത്. നേരത്തെ കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു അതിൽ. കാരണം ആ പദ്ധതി തുടങ്ങിയോണ്ട് ബാങ്കുകളൊന്നും സഹകരിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും മറികടക്കാൻ വേണ്ടി സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സഹകരണ ബാങ്കിലൂടെ അതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രത്യേകത അത് 15% മൂലധന സബ്സിഡിയാണ്. അതായത് പരമാവധി 3 ലക്ഷം രൂപ വരെ. അപ്പോൾ 20 ലക്ഷം രൂപ എടുത്ത ഒരാൾക്ക് 3 ലക്ഷം രൂപ അങ്ങനെ തന്നെ കിട്ടും. കൃത്യമായി തിരിച്ചടക്കുന്ന ആളുകൾക്ക് 5 വർഷത്തേക്ക് 3% പലിശ സബ്സിഡി ഉണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 0% ഇൻട്രസ്റ്റിലായിരിക്കും ആ ലോണ് ലഭ്യമാകുക. ഇപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള, അതായത് എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്കുള്ള. അതിൽ കുറെ നമ്മുടെ നാടുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒട്ടുമിക്കവാറും പദ്ധതികളും അതിനകത്തുണ്ട്. പ്ലസ് രണ്ടാമതായിട്ട് പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ കീഴിൽ ഇതേപോലെയുള്ള ഒരു ലോൺ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെറും 6%. ബാക്കി കംപ്ലീറ്റ് ഗവൺമെന്റാണ് വഹിക്കുന്നതിൻ്റെ പുറമെ 6% ഇൻട്രസ്റ്റ് ഉള്ളത്. 15% മൂലധന സബ്സിഡി അതിനുണ്ട്, 3 ലക്ഷം. 3% പലിശ സബ്സിഡി അതിനുണ്ട്, കൃത്യമായി തിരിച്ചടക്കുന്ന ആളുകൾക്ക്. ഇതിനും പുറമെ ഈ കണ്ടീഷൻസ് എല്ലാം ചെയ്യുന്ന ആളുകൾക്ക് അവർ മൊത്തം അടച്ചിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ 5% തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതിന്റെ കറക്റ്റ് കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ മുതൽ സംഖ്യ പോലും തിരിച്ചടക്കണ്ട. പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോണിംഗ് സ്കീമാണ്. പിന്നെ ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ അടുത്ത കാലം വരെ ഇപ്പൊ ആ ട്രെൻഡൊക്കെ ഒന്ന് മാറിയെന്ന് മാത്രം, ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ചർച്ചയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ. ആ കോർപ്പറേഷന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ന്യൂനപക്ഷ ക്ഷേമ ബോർഡല്ല, ന്യൂനപക്ഷ വികസന ഫൈനാൻസ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ പേര്. അതില് അങ്ങനെ വന്നപ്പോൾ പോലും നമ്മളെ ആളുകളൊക്കെ എല്ലാവരും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല നമ്മളൊക്കെ. അങ്ങനെ വന്നപ്പോഴെങ്കിലും ഇതെന്താ സാധനം ഒന്ന് പോയി നോക്കാൻ പറ്റണേ നമുക്ക് അല്ലേ? നമ്മളെ വിരൽത്തുമ്പിലുള്ള സാധനമല്ലേ. അതില് തിരിച്ചുപോയ പ്രവാസികൾക്ക് വേണ്ടി 10 ലക്ഷം രൂപ വരെ 5% ഇൻട്രസ്റ്റ് ഉണ്ട്. 10 ലക്ഷം രൂപ വരെ തിരിച്ചുപോയ പ്രവാസികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായിട്ട് ലോൺ കിട്ടും. അതേ കോർപ്പറേഷന്റെ കീഴിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവാൻ ആളുകൾ വിസക്ക് പൈസ കൊടുത്ത് പോകുന്ന ആളുകളുണ്ടല്ലോ. ആ ആളുകൾക്ക് 3 ലക്ഷം രൂപ വരെ 5% ഇൻട്രസ്റ്റിന് കിട്ടും. ഇത് പുറത്തുനിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഗവൺമെന്റിന് ലോസാണ്. ബാക്കിയുള്ളതൊക്കെ ഗവൺമെന്റ് വഹിക്കേണ്ട സംഭവങ്ങളാണ്. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടുന്ന ആളുകൾ അവർക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ വരെയുള്ള ലോണ് ലഭ്യമാണ്. നമ്മൾ എത്ര പേർക്ക് അറിയാതെ? അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്നറിയോ? 3%. വെറും 3%. നമ്മുടെ നാട്ടിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഇതേ സ്കീമിന് 10 ലക്ഷം രൂപ വരെ വരും. 7 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട്, 10 ലക്ഷം രൂപ വരെ കിട്ടുന്നുണ്ട്. അതിനും വേണ്ട എത്രയെന്നറിയോ? ഈ 3% ഇൻട്രസ്റ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോ ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കുകയോ അറിയുകയോ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, നമ്മളിപ്പോ എന്തൊക്കെയാവട്ടെ, ഗവൺമെന്റുകളൊക്കെ മാറി മാറി വരുന്നു, സംഭവങ്ങളൊക്കെയാണ്, നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഭരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് വിമർശിക്കേണ്ടടുത്ത് നമുക്ക് വിമർശിക്കുകയും വേണം. ഈ പാർലമെന്റിന്റെ മുമ്പ് നടന്ന പാർലമെന്റിൽ, ഇതിന്റെ തൊട്ടു മുമ്പ് നടന്ന പാർലമെന്റിൽ ഒരു പാർലമെന്ററി സമിതിയുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ന്യൂനപക്ഷ മന്ത്രാലയത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പാർലമെന്ററി സമിതിയുടെ. ആ സമിതിയുടെ റിപ്പോർട്ടിൽ ആ സമിതിയുടെ അധ്യക്ഷൻ BJPയുടെ MP ആണ്. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ളൊരു സംഭവം, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട, ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട തുക അതിന്റെ കഴിഞ്ഞ വർഷം തന്നെ വിനിയോഗിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തി. ഈ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാ? ഒരു പരിധിവരെ നമ്മൾ തന്നെയല്ലേ. വാങ്ങിക്കൊണ്ടുപോകാൻ ആളില്ല. എന്തിനധികം പറയണം? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 10 ലക്ഷം വരെ കിട്ടുന്ന ആ ലോൺ സ്കീമിൽ 2017 വരെയുള്ള കണക്ക് ലഭ്യമാണ്. ആ കണക്കിൽ വെറും 40 ആളുകളാണ് അതിന് അപ്ലൈ ചെയ്തത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മിനിമം ഒരു വർഷം 500 ആളുകൾക്കെന്തെങ്കിലും ആ ലോൺ സിസ്റ്റത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. വെറും 40 പേരാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ ഫണ്ട് വിനിയോഗിക്കാതെ, സാധാരണ നിലക്ക് ഒരു ഫണ്ട് വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ പിറ്റത്തെ ബജറ്റിൽ ആ വിഹിതം കുറക്കുകയാണ് ചെയ്യുക. പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യട്ടെ എന്നുള്ളതുകൊണ്ട് 1600-ലധികം കോടി രൂപ വീണ്ടും അനുവദിച്ചു, കൂടുതൽ അനുവദിച്ചു. എന്നിട്ട് പോലും അത് വാങ്ങിക്കൊണ്ടുപോകാൻ ആളില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് വരുന്നു. നമ്മളെല്ലാവരും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷ വേട്ടകളെക്കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കുക, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ആളുകൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വെക്കേണ്ട ഒരു പ്രധാന ചോദ്യം. നമ്മൾ ആദ്യം പറയാറുണ്ടല്ലോ അല്ലേ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആരാണോ ആവശ്യക്കാര്, ആ ആവശ്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയത് അവർ വാങ്ങിക്കൊണ്ടുപോകാൻ പോലും തയ്യാറാവാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലെറ്റർ ഹെഡും സീലും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ എങ്ങനെ വായിക്കാം? ലെറ്റർ ഹെഡും സീലും പിന്നെ അവിടെ നമ്മളൊരു തിരുത്ത് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി ക്ഷേമനിധി എന്ന് പറയുന്ന സംവിധാനം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നോർക്കയുടെ ഐഡന്റിറ്റി കാർഡും ഇത് രണ്ടും രണ്ടാണ്, രണ്ട് ബോർഡാണ്. പ്രവാസി ക്ഷേമനിധിയിൽ ആളുകളൊക്കെ സാധാരണ പറയാറുണ്ട് പെൻഷൻ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മൾ ചേർന്നിട്ടില്ല. പക്ഷെ അതിലൊരു പെൻഷൻ മാത്രമല്ല, പെൻഷന് പുറമെ ഒരുപാട് ആനുകൂല്യങ്ങൾ അതിനകത്തുണ്ട്. അതിൽ നമ്മൾക്ക് ചേരേണ്ടത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അതിൽ മെമ്പർമാരാവാം. നമ്മുടെ കുടുംബത്തിനും ഒരു ജോലി ഉണ്ടാവണമെന്നൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിനും വേണമെങ്കിൽ അതിൽ മെമ്പർമാരാകാം. അങ്ങനെ നമ്മൾ അതിൽ മെമ്പർമാരാകാൻ നമുക്ക് വേണ്ടത്, ഇപ്പോ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രധാന സംഭവം തന്നെ നമ്മളെ ആളുകളെ മുഴുവൻ അതിൽ അംഗങ്ങളാക്കി ചേർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ തുടർച്ച ഉണ്ടാവുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതിൽ ചേരുന്നതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു 200 രൂപയാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വേണ്ടത്. നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെ അടുത്ത് നിന്ന് മുഴുവൻ ആളുകളുടെ അടുത്തു നിന്നും എഴുതി വാങ്ങി ക്ലിയർ ചെയ്ത് എല്ലാ സംഭവങ്ങളും. അങ്ങനെ പറയാൻ കാരണം അതിന്റെ റെക്കോർഡുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലൈഫും കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിന്റെ ലൈഫ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആകുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ എല്ലാം ഇപ്പൊ നമ്മളൊരു 10 മിനിറ്റ് സമയം കൃത്യമായി അത് പൂരിപ്പിക്കാൻ വേണ്ടി ചെലവാക്കുക, അത്രേ വേണ്ടൂ. അപ്പോ നമ്മളിവിടെ ഉള്ള പ്രവാസികളായിട്ടുള്ള ഏതൊരാൾക്കും അതിൽ മെമ്പർമാരാകണം.
18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അതിൽ മെമ്പർമാരാവാം. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 60 വയസ്സ് വരെ നമ്മൾ അതിലേക്ക് ഓരോ മാസവും പ്രവാസി ആയിരിക്കുന്ന സന്ദർഭത്തിൽ 300 രൂപ വെച്ച് അടക്കണം. അതിലൊരു കണ്ടീഷൻ പറയുന്നത് മിനിമം 5 വർഷം അതിലേക്ക് പൈസ അടച്ചിരിക്കണം എന്നാണ്. അത് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു പ്രശ്നം പറ്റി. ആളുകൾ വിചാരിച്ചു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണമെങ്കിൽ അടച്ചാൽ മതി. അങ്ങനെയല്ല. അത് ആ ക്ലോസ് അങ്ങനെ വെച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 56 വയസ്സായ ഒരാളാണ് അതിൽ മെമ്പറായി ചേരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 5 വർഷം അടച്ച് 61ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പെൻഷൻ ലഭ്യമാകുന്നതാണ്. ആ ക്ലോസ് പ്രത്യേകം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ അടച്ചു നിർത്തി. ആ നിർത്തിയ ആളുകൾക്കൊക്കെ 1 വർഷം കഴിഞ്ഞാൽ 15% പിഴ കൊടുക്കണം. പക്ഷെ ഗവൺമെന്റ് ഇപ്പോൾ 3 പ്രാവശ്യം ഇതിൽ അവരുടെ ആ പൈസ ഉണ്ടല്ലോ, ആ മന്ത്ലി കോൺട്രിബ്യൂഷൻ, അത് മാത്രം അടച്ചാൽ മതി എന്ന് പറഞ്ഞ് ഏകദേശം 2ഓ 3ഓ പ്രാവശ്യം ഇപ്പോൾ ഒരു എക്സംഷൻ വെച്ചു. അതും വിനിയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ ഓരോ ജില്ലകളിലും ഇതിന്റെ അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ അതിന്റെ അദാലത്ത് കഴിഞ്ഞു. മറ്റുള്ള ജില്ലകളിലൊക്കെ അതിന്റെ അദാലത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാം. ആ ഒരു കാര്യത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ അതിൽ മെമ്പറായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1 വർഷത്തെ പൈസ ഒന്നിച്ചടക്കാം. ഓൺലൈനായിട്ട് അടക്കാനുള്ള സംവിധാനമുണ്ട്. നാട്ടിലെ അക്ഷയ സെന്റർ മുഖേന അടക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ SBIയിലോ അല്ലെങ്കിൽ കനറ ബാങ്കിലോ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലൂടെ നമുക്ക് ഓരോ നമ്മൾ സ്റ്റാൻഡിങ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും അതിൽ നിന്ന് നമുക്ക് പോകും. ഇത് നമ്മൾ ഓരോ അംഗങ്ങളെ കൊണ്ട് ചെയ്യുക. അതിൻ്റെ പ്രധാന കാര്യം അട്രാക്ഷനായിട്ട് പറയുന്നത് പെൻഷൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ പെൻഷൻ എങ്ങനെയാണ്? പെൻഷൻ വരുന്നത് മിനിമം 2000 രൂപ ആണ് അതിൻ്റെ പെൻഷൻ എന്ന് പറയുന്നത്. മിനിമം. എന്തുകൊണ്ടാണ് അങ്ങനെ മിനിമം മാക്സിമം എന്ന് പറയുന്നത്? എല്ലാവരും അടക്കുന്നത് ഈ 300 രൂപയാണ്. അതായത് 5 വർഷത്തിൽ കൂടുതൽ പണം അടക്കേണ്ടി വരുന്ന ആളുകൾ. ഒരു ഉദാഹരണത്തിന് 50 വയസ്സായ ഒരാള് അതിൽ 10 വർഷം പണം അടക്കണമല്ലോ. അയാൾക്ക് 5 വർഷത്തിൽ മേലെ വരുന്ന ഓരോ വർഷത്തേക്കും 5 വർഷത്തിന്റെ മേലെ വരുന്ന ഓരോ വർഷത്തേക്കും ഓരോ മാസത്തിലും അദ്ദേഹത്തിന് 3% കൂടി കിട്ടും. അതായത് 6 വർഷം അടക്കേണ്ട ഒരാളാണെങ്കിൽ 2000 രൂപ എന്നുള്ളത് 2060 ആവും. അങ്ങനെ ഓരോ വർഷത്തേക്കും 3% വെച്ച് മാസം മാസം അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മാക്സിമം എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ പ്രായത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം അതിൽ വെച്ചിട്ടുള്ളത് മിനിമം പെൻഷൻ എത്രയാണോ അത്രയും. അതായത് പരമാവധി 4000 രൂപ. ഇപ്പോ നേരത്തെ ഈ പെൻഷൻ ഉണ്ടായിരുന്നത് വെറും 1000 രൂപയായിരുന്നു. അത് ഒറ്റ അടിക്കത് 2000 ആക്കി മാറ്റി. ഇപ്പോ ബോർഡ് പ്രപ്പോസ് ചെയ്തു, മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ പരിഗണനയിൽ നിൽക്കുന്നത് 3000 രൂപയാക്കാനാണ്. അപ്പൊ നമ്മൾ കൂടുതൽ എന്തെങ്കിലും അടക്കേണ്ടതുണ്ടോ? ഒന്നും അടക്കേണ്ടില്ല. 3000 രൂപ. അപ്പൊ 3000 ആക്കിയാൽ അതിന്റെ പരമാവധി പെൻഷൻ എത്രയായി മാറി? 6000 രൂപയായിട്ട് മാറി. ഇതിന്റെ ഒരു വലിയൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ 55 വയസ്സായ ഒരാള് അയാൾ ആകെ അടക്കേണ്ടി വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അടക്കേണ്ടി വരികയാണെങ്കിൽ എത്ര അടക്കേണ്ടത്? അയാൾ ആകെ അടക്കേണ്ടത് 5 വർഷത്തേക്ക് 18000 രൂപയാണ് അദ്ദേഹം അടക്കേണ്ടി വരിക. ഈ 18000 രൂപ അടക്കുന്ന ആൾക്ക് ഓരോ മാസവും അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ എത്ര? 2000 രൂപ. 2000 രൂപ പെൻഷൻ കിട്ടാൻ 9 മാസം കൊണ്ട് അദ്ദേഹം അടച്ച പൈസ തിരിച്ചു പോന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഗവൺമെന്റ് അതിൽ കൂടെ എൻഹാൻസ് ചെയ്യുന്നോ ആ പണം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെൻഷൻ, ഇതൊരു പെൻഷൻ. ഇതേ ഇതിൽ വരുന്ന രണ്ടാമത്തെ പെൻഷൻ എന്താണെന്ന് അറിയാം. ആരാണോ അദ്ദേഹത്തിന്റെ മരണശേഷം, ആ പ്രവാസിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹം എത്രയാണോ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പകുതിയും ലഭിക്കും. ഇപ്പൊ ഭാര്യയും ഭർത്താവും, ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യയും ഭർത്താവും ഇതിൽ മെമ്പർമാരാണ്.
അവർ രണ്ടുപേരും പെൻഷനും വാങ്ങി തുടങ്ങി. അതിൽ ഭാര്യ ഭർത്താവോ മരിച്ചു. എന്നാൽ മറ്റേ സ്പൗസിന് സ്വന്തം പെൻഷനോട് കൂടെ കുടുംബ പെൻഷനും കിട്ടും. സ്വന്തം പെൻഷനോട് കൂടെ കുടുംബ പെൻഷനും കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ വേറൊരു വലിയ അട്രാക്ഷൻ എന്താണെന്നറിയോ? ഇപ്പോ നമ്മൾ പ്രവാസിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ 300 റുപ്യ അടക്കേണ്ടത്. നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ നാട്ടിൽ നിന്ന് നമുക്കൊരു കാറ്റഗറി ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറും 100 രൂപ കൊടുക്കേണ്ടി. അതിൽ അതിന്റെ ആനുകൂല്യങ്ങൾ പറയുന്നുണ്ട്. ആ ആനുകൂല്യങ്ങളിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ലാതെ മെയിനായിട്ട് വരുന്ന ഈ പെൻഷനൊന്നും അത് ബാധിക്കുന്നേ ഇല്ല. അപ്പോൾ ഒരാള് ഒരു ഉദാഹരണത്തിന് 55 വയസ്സായ ഒരാള് നമ്മളവിടുന്ന് പോകുന്നു, നമ്മുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് ഇവിടുന്ന് മെമ്പറാകണ്ട, നാട്ടിൽ പോയി പിറ്റേന്ന് മെമ്പറാവുക. അദ്ദേഹം ആകെ അടക്കേണ്ടി എത്ര? 6000 റുപ്യ 5 വർഷത്തേക്ക്. വെറും 6000 രൂപ. അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനോ പ്രതിമാസം 2000 രൂപ, അല്ലെങ്കിൽ 3000 ആയിട്ട് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ആ 3000 രൂപ. ഒരു നോമിനൽ. നമ്മൾക്ക് എത്ര വരും? നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരു പാവപ്പെട്ട ഒരാൾ ഇവിടുന്നാണ് പോവാന്ന് നോക്കുക. നമ്മളൊരു മെമ്പറായിട്ടുള്ള ഒരാൾ ഇവിടുന്നാണ് പോവുകയാണ്. ഒരു 55 വയസ്സൊക്കെ ആയിട്ട് ഇവിടുന്നാണ് പോവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി 5 വർഷത്തേക്ക് ഒരാൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ എത്ര റിയാല വരിക? അല്ലേ? 310 റിയാല്. 310 റിയാല് നിങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ വരെ എത്തും? ആ പൈസ കൊണ്ട് അദ്ദേഹം മാക്സിമം ആ പൈസ എത്തില്ല എയർപോർട്ടിലല്ലേ? അവിടെ കാണുന്ന ഒരു നിഡോ അല്ലേ, ഒരു ടാങ്കും അതും കൂടി വാങ്ങിയിട്ടാണ് പാക്ക് ചെയ്യൂലേ? അദ്ദേഹത്തിനെ നമ്മൾ മെമ്പറാക്കിയിട്ട് നമ്മളൊരാളിനെ സ്പോൺസർ ചെയ്ത് 5 കൊല്ലത്തെ പൈസ അങ്ങോട്ട് അടച്ചു. അദ്ദേഹത്തിന്റെ ലൈഫ് ലോങ്ങിൽ അദ്ദേഹത്തിന് കിട്ടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 80-20 പ്രിൻസിപ്പിൾ അല്ലേ? നമ്മൾ കൊടുക്കുന്ന എത്ര പണമാണെങ്കിലും നമ്മളതൊരു വൺ ഓഫ് പേയ്മെന്റ് അല്ലേ? അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊരു 10 ആളെ നമ്മളെ കൂട്ടത്തിൽ പെടുന്ന ഒരാളെ നമ്മളൊരു സദക്കയായിട്ട് ഒരു 10 ആളുകളെ ഒരാളെ കൊണ്ട് നമുക്ക് സ്പോൺസർ ചെയ്യിക്കാൻ പറ്റൂലേ? മാത്രമല്ല ഇത് ഇവിടെ നിന്ന് മെമ്പറാവാതെ ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു പോയ ഒരു പ്രവാസിക്ക് 2 വർഷം ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയ ഏതൊരു പ്രവാസിക്കും അവിടെ മെമ്പറാവാം. അദ്ദേഹം കൊടുക്കേണ്ടത് 100 രൂപ, വെറും 100 രൂപയാണ്. അപ്പൊ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളെ നമുക്ക് ഒരു 10, 20, 50, 100 പേരെ നമുക്ക് വേണമെങ്കിൽ പാവപ്പെട്ട ആളുകളെ കണ്ടെടുത്ത് ഒരു 10, 55 വയസ്സായ ആളുകളെ കണ്ടെടുത്തിട്ട് അവരെ നമുക്ക് സ്പോൺസർ ചെയ്തൂടെ? നമ്മളുടെ സദക്ക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പണം എന്ന് പറയുന്നത് നമുക്ക് എത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറ്റാൻ പറ്റും അല്ലേ? ഞാൻ പറഞ്ഞത് 20% കൊണ്ട് നമ്മൾ 80% നേട്ടമുണ്ടാക്കുന്ന ഒരു വകുപ്പിലേക്ക് നമുക്കതിനെ മാറ്റാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ആ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമുക്കൊരു പക്ഷേ ഇന്ന് കഴിയും, ഇന്ന് നമുക്കൊരു പക്ഷേ നമ്മൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, എമൗണ്ടുകൾ കൊടുക്കുക, ഒക്കെ വൺ ഓഫ് പേയ്മെന്റ് ആയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഈ പണം ഒരു ദിവസം 1 ഉറുപ്പ്യ കുറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. എല്ലാ കാലത്തും കൂടിയിട്ടല്ലേ ഉള്ളൂ. ഈ പെൻഷന് പുറമെ, ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന് പുറമെ മറ്റ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു പെൻഷനുണ്ട്. ഇതിലേക്ക് 3 വർഷം പണം അടച്ച ഒരാള് ശാരീരിക അവശത അനുഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം പിന്നെ പൈസ അടക്കേണ്ട, അദ്ദേഹത്തിന് 40% അവശതാ പെൻഷൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കിട്ടും. അതുപോലെ തന്നെ ഈ ആള് മരണപ്പെടുകയാണെങ്കിൽ, പണം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ പെൻഷൻ വാങ്ങി തുടങ്ങുന്നതിന്റെ മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 50,000 രൂപ, ചികിത്സയ്ക്ക് വേണ്ടി ഒരു 50,000 രൂപ, പിന്നെ മക്കളുടെ സ്കോളർഷിപ്പിന്. ഇതിൽ വേറെ രസം എന്താണെന്നറിയാം, ഇതിലൊരു ഫണ്ട് പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന പണത്തിന്റെ 15% മറ്റൊരു ഫണ്ടിലേക്ക് മാറ്റി ആ ഫണ്ടിൽ നിന്ന് പലിശരഹിതമായിട്ട് സ്വയം തൊഴിൽ വായ്പക്കും അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണം ആളുകൾ വളരെ കുറവായിരുന്നു. ഇപ്പോ നമ്മളൊക്കെ തന്നെ പ്രവർത്തനങ്ങളെ കൊണ്ടും കൂടെ ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇപ്പോ ഏകദേശം 3 ലക്ഷം ആളുകൾ ഇപ്പോ ഇതിൽ ആൾറെഡി മെമ്പർമാരായി കഴിഞ്ഞു. ഇനി ഒരു 2 ലക്ഷം ആളുകളും കൂടെയൊക്കെ ഇങ്ങനെ വരുന്നൊരു സന്ദർഭത്തിൽ ആ ഫണ്ട് കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ അട്രാക്ഷൻ പോകുന്നത് എത്രയാണ്?
ഇത്രയും നല്ലൊരു സ്കീം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ ആ സ്കീം ഉപയോഗപ്പെടുത്തിയല്ല വേണ്ടത്. ഞാൻ തന്നെ ഇതുപോലെ ഒരു ക്ലാസ് എടുത്തതാണ് ഒരു സംഘടനയ്ക്ക്. അഭിമാനകരമെന്ന് പറയട്ടെ, അവരുടെ ആ ഒരു ശൈലി നമുക്കും അഡോപ്റ്റ് ചെയ്യാം. എനിക്ക് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ ക്ലാസ് ചെയ്തത്. ഇതുപോലെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു ആ ക്ലാസ്സിലുണ്ടായിരുന്നത്. അവരെനിക്ക് അപ്ഡേറ്റ് തന്നു, സാർ ഞങ്ങളുടെ ഇതിൽ പെട്ടുന്ന, ഞങ്ങളുടെ ഏരിയയിൽ പെടുന്ന, ഞങ്ങളുടെ സംഘടനയിൽ പെടുന്ന ആളുകളും ഞങ്ങളുടെ നാട്ടുകാരായിട്ടുള്ളവരും പിന്നെ ഞങ്ങളെ സമീപിച്ചവരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ 600 പേരെ ഈ ക്ഷേമനിധിയിൽ മെമ്പറാക്കി. 600 പേരെ അവർ ആ ക്ഷേമനിധിയിൽ മെമ്പറാക്കി. നമ്മൾ വിചാരിച്ചാൽ എത്ര പേരെ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്കും ചെയ്യാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളൊരു ചെറിയ ഒരു വിങ് നമുക്കുണ്ടാവട്ടെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം. നമുക്കൊരു ടീം ഉണ്ടാവട്ടെ, ഒരു ചെറിയ ടീം ഉണ്ടാവട്ടെ. നമ്മൾ നേരത്തെ ഇസ്ലാം സെന്ററിൽ പിന്നെ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നത് പോലെ നമ്മുടെ ഹലാലായ സമ്പാദ്യ മാർഗങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടാവും. ഹലാലായ സമ്പാദ്യ മാർഗങ്ങളെ കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കണം. നമ്മുടെ ആളുകൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വെറും ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് മാത്രമാണ്. നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന, ഇന്ത്യയിൽ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അതും 100% ഇസ്ലാമികമായിട്ട് ചെയ്യാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ടാറ്റാറ്റിക്കൽ ഫണ്ട്, ടോറസ്, എന്തിനധികം BSE ഇൻഡെക്സ് ഉണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ഉണ്ട്, ശരിയാ കംപ്ലൈന്റ് ആയിട്ടുള്ള അറിയോ. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ഉണ്ട്. നമ്മുടെ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ സാധ്യതകളെ നമ്മൾ കണ്ടെത്താത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു ഇസ്ലാമിക് ബാങ്ക് വരാൻ പോയിരുന്നു, ആ സമയത്ത് അതിന് RBI പെർമിഷൻ കൊടുത്തില്ല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഏത് സാഹചര്യത്തിലും എവിടെയും 100% മുസ്ലിമായിട്ട് ജീവിക്കാനുള്ള ഇതിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പിന്നെ പലിശ ഹറാമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ 2011 പുറത്തുവിട്ടൊരു കണക്കുണ്ട് RBI. അത് ഇപ്പോ അടുത്ത് ഒരു ആഴ്ച മുമ്പും ഇന്ത്യയിലുള്ള വലിയൊരു പത്രപ്രവർത്തകന് അത് വീണ്ടും ചൂണ്ടിക്കാണിച്ചു. അവിടെ അയാൾ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാനുള്ളത്, കേരളത്തിൽ മാത്രം വാങ്ങിക്കൊണ്ടുപോകാത്ത വിശ്വാസത്തിന്റെ പേരിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശ്വാസത്തിന്റെ പേരിൽ വാങ്ങിക്കൊണ്ടുപോകാത്ത അൺക്ലെയിംഡ് ഇൻട്രസ്റ്റ് എത്ര ഉണ്ടെന്ന് അറിയാം? ഊഹിക്കാൻ പറ്റുമോ? എത്ര കോടി ഉണ്ടെന്ന് ഊഹിക്കാൻ പറ്റുമോ? ഒരു ഗസ് ചെയ്യും. നമ്മളൊരു ചർച്ചയാണ്, ഒന്ന് ഗസ് ചെയ്യാം. ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ദാർഢ്യതയും കൂടെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അറൌണ്ട് 10,000. പിന്നെ നമ്മളൊരു ചർച്ചയാണല്ലോ. 40,000 കോടിയാണ് കേരളത്തിൽ മാത്രം. 40,000 കോടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയണെന്ന് അറിയാം, ആ 40,000 കോടി രൂപ മതി കേരളത്തിലെ പ്രവാസികളുടെ, പാവപ്പെട്ട പ്രവാസികളുടെ മുഴുവൻ പ്രശ്നങ്ങൾ തീർക്കാനെന്നാണ്. ഒരു ഇസ്ലാമിക് കോൺസെപ്റ്റിൽ എഴുതിയൊന്നല്ലത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ആ 40,000 കോടി രൂപയും നമ്മൾ ചെലവഴിക്കാതെ അല്ലെങ്കിൽ വാങ്ങാതെ നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കാതെ പോയത് എന്താണെന്ന് അറിയോ? ഇത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമികമായിട്ട് 100% ഇസ്ലാമികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഏറ്റവും നല്ല രാജ്യമാണ് ഇന്ത്യ. ടാറ്റാറ്റിക്കൽ ഫണ്ടിന്റെ ഒക്കെ ശരിയ ബോർഡ് അബുദാബിക്ക് ഇസ്ലാമിക് ബാങ്കാണ്. ടോറസിന്റെ അത് ദൈവബന്ധിലെ ഉലമാക്കളാണ്. എല്ലാം 100%. അവരുടെ ഫണ്ടുകൾ പോലും അവർ ചെലവഴിക്കുന്നത് തീർത്തും, അതായത് സിഗരറ്റ്, മദ്യം, മദിരാക്ഷി ഇങ്ങനെയുള്ള ഒരു കമ്പനികളിലും ഇല്ല. അതിൻ്റെ ഒക്കെ പുറമെ ആ കമ്പനി ബാങ്കിൽ നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ എടുത്തിട്ടുള്ള ലോൺ ഉണ്ടാവില്ല, അവരുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിയിട്ട് അതിൽ ഒരു പെർസെൻറ്റേജിന്റെ മേലെയാണെങ്കിൽ അതിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ടും അവർ പറയുന്നത് അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അതിലുണ്ടെങ്കിൽ അത് നിങ്ങൾ
പൊതുപ്രവർത്തനങ്ങൾക്കായിട്ട് അത് വിനിയോഗിച്ചോ എന്നാണ് പറയുന്നത്. നമ്മളെ പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ബഹുമാന്യരായ പണ്ഡിതന്മാരെന്നെ വിളിക്കും, അവർ തിരുത്തി തരണം. നമ്മളെ പണ്ഡിതന്മാർ സാധാരണ പറയാറുള്ളത് അത് പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാമെന്നാണ്. ഞാൻ നസീർ സാഹിബ് വെച്ച് നാളെ സംസാരിച്ചു. എൻ്റെ അടുത്ത് 1 കോടി രൂപയുണ്ട്, ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ഞാനത് ബാങ്കിന് വിട്ടുകൊടുക്കുന്നില്ല, 10%, 8% ഇൻട്രസ്റ്റ് ലഭിക്കും. ഈ 8% ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ 10 കൊല്ലം ഈ 8% ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞാൻ ആളുകൾക്ക് കൊടുത്തു, ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. നമുക്കറിയോ ഇന്ത്യയിൽ ആൾറെഡി 6%, 7% ഇൻഫ്ലേഷൻ റേറ്റ്. എൻ്റെ 1 കോടിക്ക് 10 കൊല്ലം കഴിഞ്ഞാൽ കടലാസിന്റെ വില അല്ലെങ്കിൽ 1 കോടിക്ക് ഒരു പക്ഷെ 10 ലക്ഷം അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യാനും നമുക്കത് വളർത്തിക്കൊണ്ടുവരാനും മാത്രവുമല്ല ഇസ്ലാമികമായിട്ടുള്ള ആളുകളുടെ ഫണ്ട് വിനിയോഗിക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ചിട്ടി നടത്തുന്നത് പലിശരഹിതമായിരിക്കും എന്നൊരു ക്ലോസിൽ വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ ധനമന്ത്രിക്ക് എൻ്റെതായിട്ട് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഗൾഫ് നാടുകളിൽ പലിശരഹിതമായിട്ടുള്ള രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നാട്ടിൽ വിജയിക്കും. അത് ഇൻഡിവിജ്വലായിട്ടും നാടിന്റെ കാര്യത്തിനും വിനിയോഗിക്കാനും അത് പറ്റും. അതുകൊണ്ട് അത് റീതിങ്ക് ചെയ്യണം എന്നുള്ള നമ്മളെ ഇസ്ലാമിക് സെന്ററിലൊക്കെ ഉള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം സർക്കാരിനോട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഏത് സംഘടനകളാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ റെപ്രസെന്റേഷൻ പോകുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടും. നമ്മൾ നല്ല നെയ്യത്തോടു കൂടി നമ്മളത് പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ പറയുന്ന അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. എൻ്റെ അനുഭവത്തിലുള്ളത് നമ്മളൊക്കെ ഇന്ന് വരെ ഗവൺമെന്റിനോട് പല കാര്യങ്ങളും നമ്മൾ പല ബോഡികളിലൂടെയും പല ആളുകളും ത്രൂ നമ്മളത് എത്തിച്ചു കൊടുത്തതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വന്നിട്ടുണ്ട്. ഇതേ വിഷയം തന്നെ ആദ്യം പ്രവാസി ചിട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ആദ്യം ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഇവിടെ അത് വരണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. പിറ്റത്തെ ബജറ്റിലാണ് ഇതിന് കറക്ഷനായിട്ട് വന്നിട്ടുള്ളത്, പലിശ ആയിരിക്കില്ല ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. പിന്നീട് അതിന് പെർമിഷൻ കിട്ടാത്ത 2-3 പ്രശ്നങ്ങളാണ് വീണ്ടും അതിലേക്ക് വന്നിട്ടുള്ളത്. എങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാം. നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ ഇസ്ലാമികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകൾ പലിശ നമ്മൾ ഒരു പക്ഷെ വാങ്ങുന്നുണ്ടാവില്ല. പലിശ വാങ്ങലും കൊടുക്കലും അല്ലെ, അങ്ങനെ തന്നെ പലിശ കൊടുക്കാത്ത എത്ര ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അല്ലെ. നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ കലണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോവാണ്. പലിശയുടെ ആവിയെങ്കിലും തട്ടാത്ത അല്ലെ, അങ്ങനെ നമ്മളെ ഇതിലുണ്ടല്ലോ അല്ലെ, പലിശയുടെ ആവിയെങ്കിലും തട്ടാത്ത ഒരു ആളും കടന്നു പോകാത്തൊരു കാലം വരും. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാവുന്ന സാധ്യതകൾ നമ്മുടെ മുന്നിൽ. ആ സാധ്യതകളെ നമ്മൾ വേണം പരിപോഷിപ്പിക്കാൻ. നമ്മൾ അത്തരം സംഗതികളിലേക്ക് നമ്മുടെ പ്രവർത്തകരും നമ്മുടെ ആളുകളൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾക്കറിയോ, എൻ്റെ ഒരു പഠനം അനുസരിച്ച് ഒരു 4000-5000 രൂപ ഇതുപോലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലാത്ത ആളുകളാണെങ്കിൽ ഇതും അവർക്ക് ഉപയോഗിക്കാം, അല്ലാതെ മറ്റ് പല നല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഒരു പ്രവാസി അങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉറപ്പാണ് ഒരു 10 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഒരു ഉപജീവന മാർഗത്തിനുള്ള വക അതിൽ നിന്ന് കിട്ടും. ഒരാളോടും കൈ നീട്ടാതെ ഒരവസ്ഥ നമുക്കുണ്ടാവും. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ഇന്നലെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു കുറിപ്പ്. അതിന് ഞാൻ കൊടുത്ത ഹെഡിങ് പ്രവാസി അവൻ സ്വർണ്ണ ബെഞ്ചിൽ ഇരുന്ന് പിച്ച തിന്നുന്നതാണ് എന്റെ ക്യാപ്ഷൻ. സ്വർണ്ണ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് നമ്മൾ പിച്ച തിന്നുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള എന്താണെന്നോ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നോ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ ഇസ്ലാമിക പെർസ്പെക്റ്റീവ്സിൽ പറയുകയാണെങ്കിൽ തന്നെ ബാങ്ക് കൊണ്ടിടാൻ നമുക്ക് പറ്റൂല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ദൂർത്ത് ചെയ്യുന്നു,
അല്ലെങ്കിൽ നമ്മൾ അല്ലേ, നമ്മൾ ദൂരത്തിന് നമുക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇസ്ലാമികമായിട്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പിന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, എൻ്റെ മുന്നിലിരിക്കുന്ന പണ്ഡിതന്മാരോട് ആണ് ഞാനത് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. സാധാരണ ഓക്സിജനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഓക്സിജൻ നമുക്ക് ജനനം മുതൽ മരണം വരെ നമുക്ക് വേണം. എന്നാൽ പണം അത് മരിച്ചാലും വേണം, അല്ലേ? മരിച്ച് നമ്മളെ മയ്യത്ത് മറയുന്നതെങ്കിലും വരെ നമുക്ക് ആ പണം വേണ്ടേ? അപ്പൊ ശ്വാസോച്ഛ്വാസം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് പണം എന്ന് പറയുന്നത്. അതിന്റെ കൃത്യമായ വിനിയോഗം എങ്ങനെ ആയിരിക്കണം, അതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ആധുനിക സാങ്കേതികത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും നമുക്ക് കൃത്യമായി നിർവചിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് പഠിക്കാം, നമുക്ക് എല്ലാവർക്കും പഠിക്കാമല്ലോ. നമ്മളുടെ കൂട്ടത്തിലുള്ള ഫിനാൻഷ്യലായിട്ടുള്ള ആളുകളും കൂടിയിരിക്കുക, നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ കൂടിയിരിക്കുക. അവരും കൂടിയിരുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിന്തയായിരിക്കും ഒരു പക്ഷേ നമ്മളൊരു വലിയ സമൂഹത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റോള് ഒരു പക്ഷേ എന്താന്ന് വെച്ചാൽ ആക്കരുത്, ചെയ്യരുത്, പോകരുത്, കാണരുത്, അല്ലെ? ഈ അരുതുകളുടെ ഒരു അതിരുകൾ നമ്മളിങ്ങനെ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചമായിട്ടുള്ള പലതും നമുക്ക് നേടാനുള്ളതാണ്. ആ നേടാനുള്ളതിനെ പറ്റി ഇന്ന് ആധുനികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഷെയർ മാർക്കറ്റുകളെ പോലുള്ള സംഭവങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം? ഞാൻ അറിയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊയ്തീൻ ഷെയ്ഖിനെ കുറിച്ച് സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു ആത്മീയതയുടെ മിത്തും, ആളുകൾക്ക് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഹാജറാവും എന്ന് വരെ വിശ്വസിക്കുന്ന ഒരു ടീമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ വായിച്ചതനുസരിച്ച്, എനിക്കറിഞ്ഞതനുസരിച്ച് അദ്ദേഹം ഏറ്റവും വലിയൊരു കച്ചവടക്കാരായിരുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു കപ്പല് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ഓൺ കപ്പല് ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, പോയി എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്, അള്ളാഹു എന്തേന്ന് കണ്ടിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോ വന്നിട്ട് പറഞ്ഞേ നമ്മളെ കപ്പലല്ല, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. നമ്മളുടെ ആത്മീയതയുടെ മിത്തുകൾ നമ്മളവിടെ അതിർവരമ്പുകൾ സൃഷ്ടിച്ചു വെക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഈ സൂക്ക് കാണിച്ചു തരാനല്ലേ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അവിടെ സൂക്കിൽ ഇസ്ലാമികമായിട്ട് കച്ചവടം ചെയ്തപ്പോഴല്ലേ അവിടെയുള്ള ജൂതന്മാരെ അത് നിർത്തിയിട്ട് പോയത്. ലോകത്തിന് മൊത്തം മാതൃകയാകാൻ പറ്റിയിട്ടുള്ളത്. ഇന്ന് മാറി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റുകളും അതിന്റെ ആധുനിക സാങ്കേതികത്വത്തിലേക്ക് വന്നപ്പോ അതിനെക്കുറിച്ച് അറിയാൻ നമ്മുടെ ആളുകൾക്ക് ഒരുപാട് കാലങ്ങൾ വൈകി. ആ വൈകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വർണ്ണ ബെഞ്ചിലിരുന്ന് പിച്ചതുള്ളത്. അവസാനിപ്പിക്കാം നമുക്കത്. നമ്മളുടെ ഒരു മൂമെന്റ് മതിയാവും, നമ്മളുടെ നിരന്തരമായിട്ടുള്ള ഒരു മൂമെന്റ് മതിയാവും. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ പണം എങ്ങനെ സമ്പാദിച്ചു, അതെന്തിൽ ചെലവഴിച്ചു, അല്ലെ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് വന്നിട്ടുള്ള ഈ അനുഗ്രഹം നമ്മുടെ ആളുകൾക്ക് നമുക്ക് നിലനിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് വീണ്ടും ഒരിക്കലും ഒരു അനിസ്ലാമികമായിട്ടുള്ള രൂപത്തിൽ ഒരു പലിശയിലേക്ക് എന്തെങ്കിലും ചാടി വീഴുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്കൊരല്പം നമ്മുടെ സമ്പാദ്യങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അതിൽ വിനിയോഗിക്കുക. അല്ലാതെ ഒരിക്കലും ഞാൻ പറയാറുണ്ട്, സംഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരരുത്. അത് കൊണ്ടുവന്നിടത്തോളം ഫെയിലാണ്. നമ്മൾ കണ്ടോടത്തോളം ആടത്തേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇസ്ലാമികമായിട്ടുള്ള ഡെപ്പോസിറ്റുകൾ എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയത് മുതൽ അടുത്ത കാലത്ത് അറിയാലോ കോഴിക്കോട് സംഭവിച്ച എന്താ അറിയില്ലേ? അടുത്ത കാലത്ത് കോഴിക്കോട് സംഭവിച്ച അറിയില്ലേ? ഒരു ഹീര ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ചെയ്തത് എന്താ? ഹൈദരാബാദി പെണ്ണെന്താ ചെയ്തത്? കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് മാത്രം വിശ്വാസികളുടെ പണം പുരട്ടി എത്ര എന്നറിയാമെങ്കിൽ 500 കോടിയാണ്. 500 കോടി. അതിൽ പ്രവാസികളുടെ പണം എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരൊറ്റ ബ്രാഞ്ചിൽ 500 കോടിയാണ് അവർ തട്ടിയെടുത്തത്. അപ്പോ
ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള പണം വിശ്വാസപരമായിട്ട് എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ആ സമൂഹത്തിന് ദിശാബോധം നൽകാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഭാവി വളരെ സുനിശ്ചിതമാവും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഏറ്റവും വലിയൊരു സാമ്പത്തിക വിദഗ്ധൻ അടിവരയിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്. കേരളത്തിൽ BPL ലിസ്റ്റ് കൂടും. കേരളത്തിൽ BPL ലിസ്റ്റ് കൂടും. അത് തിരിച്ചു വരുന്ന പ്രവാസികളെ കൊണ്ടായിരിക്കും. തിരിച്ചു വരുന്ന പ്രവാസികളെ കൊണ്ടായിരിക്കും BPL ലിസ്റ്റ് കൂടും. അങ്ങനെ ഒരു എടുക്കപ്പെടാത്ത നാണയമായി, ക്യാഷില്ലാത്ത ATM കാർഡായി നമ്മൾ മാറാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ രൂപത്തിൽ നമുക്ക് ഒരു ചർച്ചയാവാം എന്ന് ഉദ്ദേശിക്കുകയാണ്.